കൃഷ്ണ, എന്ത് വഴിപാട് വേണമെങ്കിലും ഞാൻ വന്ന് ചെയ്തേക്കാം. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ തിരിച്ചു തരണം. ആശാനെ, എന്താണ് അവരൊന്നും പറയാത്തെ? ഞാനൊക്കെ ഭ്രാന്ത് പിടിച്ചിരിക്കാം മനുഷ്യൻ. ഇനിയിപ്പോ വേറെ ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ചോദിക്കേ. വരട്ടെ ആശാനെ, അവര് കാര്യങ്ങൾ വന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് ഡോക്ടറെ നേരിട്ട് കാണാലോ. അച്ഛാ, അച്ഛാ, എന്താ അച്ഛാ അമ്മയ്ക്ക് പറ്റിയേ? ഒന്നുമില്ല മോളെ, അമ്മയ്ക്കൊന്നുമില്ല. എനിക്കെന്റെ അമ്മയെ കാണണം. എനിക്ക് അമ്മയെ കാണണം. എവിടെയാ അമ്മ? മോളെ, അതെ, അമ്മ ഇപ്പൊ കാണാൻ പറ്റൂലടാ. അനുവാന്റി പറഞ്ഞല്ലോ അമ്മയ്ക്ക് തലവേദന മാത്രമേ ഉള്ളെന്ന്. പിന്നെ എന്താ അമ്മയെ കണ്ട? അത് അമ്മയെ ഡോക്ടർ പരിശോധിച്ചോണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ഇപ്പൊ അമ്മ ആരെയും കാണിക്കൂല. എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ അമ്മയെ കാണണം. മോള് പറയുന്ന ഒന്ന് മനസ്സിലാക്ക. അമ്മ ഇപ്പൊ കേറി കാണാൻ സമ്മതിക്കൂല. എനിക്ക് അമ്മയെ കാണണം. അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. എനിക്ക് അമ്മയെ കാണണം അച്ഛാ. എനിക്ക് അമ്മയെ കാണണം, കാണണം, കാണണം. മോളെ, ഇങ്ങനെ നിർബന്ധം പിടിക്കില്ലേ. നമുക്കേ ഡോക്ടർ വരുമ്പോ ചോദിക്കാം. ഇപ്പോ അച്ഛൻ പറയുന്ന മക്കൾ കേക്ക്. അച്ഛാ, അമ്മ ഒന്ന് മനസ്സിലാക്കും മോളെ. അച്ഛൻ പറയുന്ന മോള് കേക്കോ? കേക്കാം. എനിക്ക് അച്ഛൻ പറയാം. വാ. അമ്മയ്ക്ക് എന്താ അച്ഛാ പറ്റിയേ? അച്ഛൻ പറഞ്ഞുതരാം. വാ. ഈശ്വര, അനുവേണ്ടി വരുന്ന വഴിക്ക് വാങ്ങിച്ചു തന്നു. അമ്മയ്ക്ക് എന്താ അച്ഛാ ശരിക്കും പറ്റിയത്? എന്നെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയാ എല്ലാരും അമ്മയ്ക്ക് തലവേദനയാന്ന് പറഞ്ഞെന്ന് എനിക്കറിയാം. അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അയ്യോ, എങ്ങനെ? പറയച്ചാ, എങ്ങനെയാ? അറിയില്ല മോളെ. ഇനി കുറച്ചു ദിവസത്തേക്ക് അമ്മയുടെ അടുത്ത് പഴയ പോലെ ഒന്നും ഇരിക്കാൻ പറ്റില്ല. ഡോക്ടർമാർ പറയുന്നതല്ലേ നമുക്ക് അനുസരിക്കാൻ പറ്റുള്ളൂ. ആക്സിഡന്റില് അമ്മയ്ക്ക് ചെറിയൊരു മുറിവ് പറ്റി. തെറ്റ് ചെയ്യുന്നവരെല്ലാം അമ്മയുടെ ശത്രുക്കളാ മോളെ. നന്മ ചെയ്യുന്ന എല്ലാവർക്കും അമ്മയോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. അവരുപദ്രവിച്ചതാണോ അമ്മേ? അവര് കത്തിയെടുത്ത് വീശിയപ്പോഴേ അമ്മയുടെ ദേഹത്തും ഉണ്ടു. അതിനുള്ള മരുന്ന് ഇപ്പൊ വെച്ചോണ്ടിരിക്കുന്നേ. എന്നിട്ട് അമ്മയെ രക്ഷിച്ചതാരാ? ആരായിരിക്കും? അച്ഛൻ. ഇനിയിപ്പോ അമ്മ സുഖമായിട്ട് മുറിയിലേക്കൊക്കെ മാറാനേ കുറച്ചു ദിവസം പിടിക്കും. അതുകൊണ്ട് എൻ്റെ മോളെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് കേട്ടോ. ശാരദ അമ്മ വരുമ്പോ എൻ്റെ മോളെ വീട്ടിൽ പോണം. അപ്പോ അമ്മയ്ക്കിന്ന് വീട്ടിലേക്ക് വരാൻ പറ്റില്ലേ? മോളെ, ഡോക്ടർ പറയുമ്പോഴല്ലേ അമ്മയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് അച്ഛൻ്റെ ഒപ്പം ഇവിടെ നിൽക്കട്ടെ അച്ഛാ? അത് വേണ്ട മോളെ. അച്ഛനിവിടെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക. അപ്പോൾ മോള് നിന്നാ അച്ഛൻ എങ്ങനെയാ ശ്രദ്ധിക്കുക? അമ്മ എൻ്റെ അടുത്തില്ല, അച്ഛനും എൻ്റെ അടുത്തില്ല. അമ്മയൊന്ന് കാണാൻ പോലും സമ്മതിക്കുന്നില്ല. എനിക്കും എൻ്റെ അമ്മയെ കാണാൻ ആഗ്രഹമുണ്ട്. അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്ക് കാണണം. എനിക്ക് കാണണം അച്ഛാ. ആശാനെ, ഡോക്ടർ ആവശ്യമുണ്ട്.
വിഷ്ണുച്ചാ, വിഷ്ണുച്ചാ, എന്താ ചേച്ചി എനിക്ക് പറ്റിയേ? മോളെ വിഷ്ണുവേട്ടാ എന്താ ഉണ്ടായേ? ഒരു അധികമാണോ? ചോര ഒരുപാട് പോയെന്നൊക്കെയാണല്ലോ കേട്ടെ. കുഞ്ഞേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് വിഷ്ണുവേട്ടാ? ഡോക്ടർ വിളിപ്പിച്ചിട്ടുണ്ട്. കണ്ടാലെന്തേലും അറിയൂ? ഇതിനകത്ത് എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കരുത്. ക്രിട്ടിക്കലായ സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. സമയത്തെത്തിക്കാൻ കഴിഞ്ഞുകൊണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ പേഷ്യൻറ്റിന് ബോധം വന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം. അധികം സംസാരിപ്പിക്കാനൊന്നും ശ്രമിക്കരുത്. ഓക്കെ? ശരി ഡോക്ടർ. ശരതമ്മ, ഞാനൊന്നും ചെല്ലുമോനെ, മോൻ തന്നെയാ അവൾ ആദ്യം കാണേണ്ടത്. ചെല്ല്. ഓ, ദേവി, നീ കാത്തു. ഞാൻ പറഞ്ഞില്ല ശാരദാമ്മേ, നമ്മളൊന്നും അധികം സങ്കടപ്പെടുന്ന ദൈവത്തിന് കഴിയില്ല. കാരണം അതിനു മാത്രം സങ്കടം നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ നേർന്ന വഴിപാടുകൾക്കൊന്നും കണക്കില്ല കമല. അവസാനം ദേവി എന്റെ വിളി കേട്ടല്ലോ. വിഷ്ണുവേട്ടൻ കയറി കാണുമ്പോ കുഞ്ഞേച്ചിക്ക് കൂടുതൽ സമാധാനാവോ അമ്മേ? വേദനയുണ്ടാവും, എന്നാലും വിഷ്ണുവേട്ടനെ കാണുമ്പോ കുഞ്ഞേച്ചി അതൊക്കെ അങ്ങ് മറക്കും. ശാരദാമ്മേ, എനിക്കും എന്റെ അമ്മയെ കാണണം. അതെ, അച്ഛൻ കണ്ടിട്ട് വരട്ടെ, എന്നിട്ട് മോക്ക് കാണാം. ചെറിയൊരു മയക്കത്തില, ഉണർത്തണോ? വേണ്ട, ഞാനിവിടെ വന്നോളാം. ഓക്കെ. എന്താടോ വല്ലുണ്ടോ? കിട്ടുന്നില്ല സാറേ. ഈ ഭാമ ഇതോടെ പോയിരിക്കുക. വന്നിരുന്നെങ്കിൽ ആ ഹോസ്പിറ്റലിൽ പോയി ശാലിനോട് വിവരങ്ങളൊക്കെ അറിയായിരുന്നു. കാര്യങ്ങൾ തിരക്കാനും അന്വേഷിക്കാനും ഒക്കെ ആളുണ്ടാവേണ്ട ഈ സമയത്താ, അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ടൊന്നുമല്ല. ആ സാറേ, വിഷ്ണു കുഞ്ഞിന്റെ ഫോണിൽ ബെല്ലുണ്ട്. ആ ഇതാ. അച്ഛാ, മക്കളെ നീ പോയോടാ.
അവക്ക് നിങ്ങളെ പറ്റിയ ശാലി നോക്ക്. ഞാൻ അവളുടെ അടുത്ത് തന്നെ ഉണ്ടച്ചാ. മയക്കമാണ്. ഞാനിപ്പോൾ അവളുടെ അടുത്താ. കുത്തുകൊണ്ട് താഴ്ത്തി തന്നെ അച്ഛാ. എടാ മക്കളെ, നീ അവിടെ ശാലിയുടെ ഒപ്പം തന്നെ ഉണ്ടാവണം. എടാ, ഈ സമയത്ത് അവക്ക് കിട്ടേണ്ടതേ നിന്റെ പരിചരണവും സ്നേഹവും ഒക്കെയാണ്. എടാ, ഇവിടുത്തെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അത് അങ്ങനെയൊക്കെ അങ്ങ് നടന്നോളൂടാ. അമ്മ അറിഞ്ഞായിരുന്നോ? ഇല്ല, പുറത്തെവിടെ പോയേക്കോ. വന്നു കഴിയുമ്പോഴേ ഞങ്ങൾ രണ്ടും അങ്ങോട്ട് വരാം. അമ്മ വരൂ. എടാ, വാശിയും വൈരാഗ്യവും ഒക്കെ ഈ സമയത്ത് അങ്ങനെ കാണിക്കാൻ പറ്റുമോ? എന്തായാലും ഭാമ ഇങ്ങോട്ട് വരട്ടെ. വന്നിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ശരി അച്ഛാ, എന്നാ അങ്ങനെ ആവട്ടെ. ആ ശരിടാ. ശരിടാ. ഡോ, ഭാമിന്ന് വിളിച്ചു നോക്കടോ. വിളിക്കാം സാർ. ദേ വന്നല്ലോ. പഠിക്കട്ടെ. കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് അവളും വേദന തന്നെട്ടെ. അതിന് മാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അല്ല, മോനെ അറിഞ്ഞ അവിടെ എത്തിയിട്ടുണ്ടാവുമല്ലോ. ഉണ്ട്, അവൻ ഹോസ്പിറ്റലുണ്ട്. ഓ, ഞാനിപ്പോൾ സംസാരിച്ച് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. ഉണ്ടാകുമല്ലോ. അവളുടെ വാലി തൂങ്ങി നടക്കാൻ അവന്റെ യോഗം. ഇനി ഞാനെന്ത് പറയാനാ? ഇനി വിളിക്കുകയാണെങ്കിൽ പുന്നാര മോനോടൊന്ന് പറഞ്ഞേക്ക്, ശുശ്രൂഷയും പരിചരണവും ഒക്കെ കഴിഞ്ഞു വരുമ്പോ താമസിക്കാൻ വീടുണ്ടാവില്ലെന്ന്. അച്ഛനെയും അമ്മയും കൂട്ടി ഏതെങ്കിലും വൃദ്ധസദനത്തിലേക്കോ വല്ല അനാഥാലയത്തിലേക്കോ മറ്റോ പോകാനുള്ള പദ്ധതി ഉണ്ടോന്നും കൂടി ചോദിക്കും. ജനിച്ച് ജീവിച്ചു പോയില്ലേ, തല ചായ്ച്ചുറങ്ങാൻ ഒരു സ്ഥലം വേണമല്ലോ മനുഷ്യന്. അതിനുള്ള സ്ഥലം വല്ലതും കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് ചോദിക്ക് മോനോട്. ഭാമേ, നീ എന്താ ഇങ്ങനെ ഈ സാഹചര്യം നോക്കാൻ സംസാരിക്കുന്നേ? ഇപ്പോഴത്തെ അവസ്ഥയിലും അവരിതൊക്കെ നോക്കാൻ സമയം? അവന്റെ ഭാര്യ അവിടെ കുത്തുകൊണ്ട് കിടക്കുന്നേ. ഭാര്യയായാലും ഭർത്താവായാലും വന്നു കിടക്കാൻ ഒരു സ്ഥലം വേണമല്ലോ. അതൊന്നും പറഞ്ഞറിയിക്കാനേ ഞാനും പറഞ്ഞുള്ളൂ. ഭാമേ, നമുക്കവിടെ വരുന്ന് പോണ്ടേ? അല്ല, വിവരോജ സ്ഥിതിക്ക് ഭാര്യയ്ക്കുന്ന മോശമല്ലേ? അവള് ചത്തിട്ടൊന്നുമില്ലല്ലോ, കുത്തുകിട്ടി കിടക്കുന്നല്ലേ ഉള്ളൂ. ചാകുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോവാം. പിന്നെ അവിടെ വിഷ്ണു ഉണ്ടല്ലോ, അവൻ നോക്കിക്കോളും കാര്യങ്ങളെല്ലാം. ഭാമേ, എന്നാ പിന്നെ ഞാൻ പിള്ളേം കൂട്ടിന്ന് പോയാലോ? അല്ല, കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം, ചെന്ന് തിരക്കില്ല എന്നുള്ള പരിഭവം ഇല്ലാതാവുമല്ലോ. ദേ, ആ വഴി എങ്ങോട്ടെങ്കിലും പോയിക്കോണം. പിന്നെ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഇവിടെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടായിട്ടും കളക്ടർ എന്ന നിലയ്ക്ക് ഒരു സഹായവും ചെയ്യാത്ത അവളെ ഈ വീട്ടിൽ നിന്ന് പോയി കാണാനോ? ഞാനും പോകുന്നില്ല, നിങ്ങളും പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ ആ കളക്ടർക്ക് എന്തിനാ നമ്മുടെ സഹായം? അതിന്റെ ആവശ്യമൊന്നുമില്ല രാഘവേട്ട. അല്ല ഭാമേ, രാഘവേട്ട, എനിക്ക് അകത്ത് കുറച്ച് അധികം പണിയുണ്ട്.
ഇതും പറഞ്ഞ് ഇവിടെ നിന്നാലേ എന്റെ കാര്യങ്ങൾ നടക്കില്ല. സാറേ വേണ്ടോ, പിടിക്കണ്ട. വീണ് ചാവുന്ന ഞാൻ ചാവട്ട്. കലികാലം അല്ല എന്തോ പറയുന്നേ. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞിന് അവൾക്ക് ആപത്തൊന്നും വരത്തില്ല എന്റെ ഭഗവാനെ. വിഷ്ണുവേട്ടാ, ഷാലിനി, ഒരുപാട് നേരമായോ വന്നിട്ട്? താൻ നല്ല ഉറക്കമായിരുന്നോ? മരുന്നിന്റെ ക്ഷീണമെന്നാ പറഞ്ഞേ. അപ്പോ ഞാനിവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. പിന്നെ വിളിക്കായിരുന്നില്ലേ? എനിക്ക് തന്നെ ഒന്ന് കണ്ടാ മതി, അത് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അതുകൊണ്ട് ഉറങ്ങുന്നത് തന്നെ നോക്കി എങ്ങനെ ഇരുന്നു. വിഷ്ണുവേട്ടാ, നല്ല രീതിയിൽ പേടിച്ചോ? ആ പേടി അല്പം മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഡോക്ടർ തനിക്ക് ബോധം വന്നു പറയുന്നവരെ. പക്ഷേ എനിക്ക് ആ പേടിയില്ലായിരുന്നു. അതെന്താ? മരണത്തെ തോൽപ്പിക്കാൻ എന്റെ കയ്യിലൊരു മന്ത്രം ഉണ്ടായിരുന്നു. എന്ത് മന്ത്രം? വിഷ്ണു എന്ന മന്ത്രം. അബോധ മനസ്സിലും ഞാനത് ഉരുവിട്ടുകൊണ്ടായിരിക്കും ഇവിടെ കിടന്നിട്ടുണ്ടാവുക. പിന്നെങ്ങനെയാ എന്നെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുക? അതേ സംസാരിപ്പിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞേ. വിഷ്ണുവേട്ടനെ സംസാരിക്കാലോ, ഞാൻ കേട്ടിരിക്കാം. വേദനയുണ്ടോ? ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോ അതൊന്നും അറിയുന്നേ ഇല്ല. അല്ല വിഷ്ണുവേട്ടാ, മക്കള് പുറത്തുണ്ട്. സത്യയും പപ്പയും ശാരദാമ്മയും ശ്യാമയും എല്ലാരും തന്റെ ഇപ്പോഴത്തെ കാര്യങ്ങൾ അറിയാൻ. എല്ലാവരും നന്നായി പേടിച്ചു. ഇവിടെ എല്ലാവരും കൂടി നിൽക്കണ്ടെന്ന് പറ. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. പിന്നെ മോളെ ഇവിടെ നിർത്തണ്ട, വീട്ടിൽ കൊണ്ടുപോകണം. ശാരദാമ്മ പോകുമ്പോൾ അവർ രണ്ടുപേരും കൂടെ വിടാം. തൽക്കാലം ഞാനിവിടെ നിന്നാ മതിയല്ലോ. വിഷ്ണുവേട്ടൻ ഇവിടെ നിന്ന് അവിടെ സത്യാമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും ആളുണ്ടാവില്ലല്ലോ. ഈ സമയം വിഷ്ണുവേട്ടൻ അവിടെ ഉണ്ടാവണ്ടേ? അതൊക്കെ അവർ നോക്കിക്കൂടും. താനിപ്പോ അതൊന്നും ആലോചിക്കണ്ട. പിന്നെ അധികം സംസാരിക്കണ്ട. അങ്ങനെയാണെങ്കിൽ വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. വിഷ്ണുവേട്ടൻ ഇവിടെ ഇരുന്നാ ഞാൻ എന്തെങ്കിലും സംസാരിച്ചു പോവും.
താനിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണോ മാറിയിക്കാൻ കഴിയുക? അതും ശരിയാ. വിഷ്ണുട്ടാ, സത്യയും പപ്പിയും രണ്ടുപേരും പുറത്തുണ്ട്. അതിലൊരാൾ തന്നെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കുക. സത്യമായിരിക്കും. അവൾക്ക് ഞാൻ വേണം. അപ്പൊ എനിക്ക് തന്നെ വേണ്ടേ? എനിക്കും വേണം തന്നെ. തനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ?